പൊന്നൂസ് ഇപ്പോൾ അതിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനൊന്ന് പുറത്ത് പോയിട്ട് വന്നതാണേ. വന്നപ്പോൾ ഇന്ന് നമ്മുടെ അമ്മായി ഉണ്ട് ഇവിടെ. അമ്മായി എനിക്ക് ഞാൻ വന്നപ്പോഴേക്കും നല്ല ലൈം വാട്ടർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എനിക്കുണ്ടല്ലോ പുറത്തുനിന്ന് വാങ്ങിക്കൊടുക്കുന്ന സർബത്തിനേക്കാളൊക്കെ ഇഷ്ടമാണ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന നാരങ്ങ വെള്ളം കൈ കൊണ്ട് പിഴിഞ്ഞുണ്ടാക്കുന്നത്. ഭയങ്കര ചൂടാട്ടോ, ഭയങ്കര വെയിലാണ് പുറത്ത്. കണ്ടോ, പുറത്ത് കാണുന്നതന്നെയല്ല. ഇന്ന് ചോറ് കറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഞാൻ. ഓൺ ദ വേ ആണ്. ഇന്നത്തെ വീഡിയോയിലൂടെ വന്നിട്ട് ഇന്നത്തെ കുറച്ച് അടുക്കള വിശേഷം കൂടെ കാണിച്ചു തരാവേ. ഞാൻ അതെ പോയി വന്നപ്പോൾ കുറച്ച് കപ്പയും ചേമ്പും കൊണ്ടുവന്നിട്ടുണ്ട്. ടൗണിൽ പോയപ്പോൾ പപ്പടം, മുരിങ്ങക്കോല്, ചെറിയ ഉള്ളി ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ മീൻ വാങ്ങിയത് അയിലയും ചെമ്മീനും. ഇത് വറക്കാൻ വേണ്ടിയുള്ളതാണ്. വറക്കാൻ വേണ്ടി എൻ്റെ സ്പെഷ്യൽ മസാലയാണ്. കറിവേപ്പില, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ഇത്തിരി പെരുംജീരകം, ഒരിത്തിരി തേങ്ങയും വിനെഗറും, അതുപോലെ തന്നെ ഇഞ്ചിയും ഒക്കെ ഇട്ടിട്ട് അമ്മ 2 കറിവേപ്പിലയും കൂടെ പറിക്കണം. ഇട്ടിട്ട് മിക്സിക്കകത്ത് നല്ലോണം അരച്ചിടും. പിന്നെ പരിപ്പ് മുളകിട്ടത് ജോൺസേട്ടയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. പരിപ്പ് മുളകിട്ടതെന്ന് പറയുമ്പം ഇന്ന് മുരിങ്ങല ഇട്ട പരിപ്പ് മുളകിട്ടതാണ്. ഇത് നാളത്തേക്കാണ്, ചെമ്മീൻ നാളത്തേക്കാണ്. ജോൺസേട്ടയ്ക്ക് കഷ്ണമീൻ ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് കഷ്ണമീൻ വലിയ താല്പര്യമില്ല. ചോറായി, മീൻകറിക്കുള്ള കൊട്ടൻപുളി തിളപ്പിച്ച് ഒക്കെ ഒന്ന് ഓരോന്ന് കുറേ ലേറ്റ് ആയിട്ടോ. അപ്പോൾ ശരിക്കും 12 മണിയായപ്പോഴാണ് നമ്മുടെ ചോറ് വെപ്പ്. എന്നാലും കുഴപ്പമില്ല, പുറത്തുനിന്ന് കഴിക്കാൻ വയ്യ. അത് തന്നെ അതിലാണെങ്കിലും പ്രശ്നം തോന്നുന്നു കണ്ടിട്ട്. നോക്കട്ടെ, നന്നാക്കി വെക്കാനറിയാം. നന്നാക്കുമ്പോൾ അതിൻ്റെ തലയിലെ ബ്ലഡിൻ്റെ മണം അടിച്ച് എനിക്കറിയാം നല്ലതാണോ ചീത്തയാണോ. ദേ മീൻ മുളകിട്ടത് അടുപ്പത്തായി. തേങ്ങ ചിരണ്ടി ഫിഷിനൊരു സ്പെഷ്യൽ മസാല കേട്ടോ ഞാൻ അരച്ചത്. വിനെഗറും വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയ ഉള്ളി, കുരുമുളക് ഇടാൻ മറന്നു വെച്ചേ, പെരുംജീരകം, തേങ്ങയൊക്കെ കൂടെ മിക്സിക്കകത്തൊന്ന് ഒതുക്കി ഉപ്പൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫിഷ് ഫ്രൈ കേട്ടോ. ഇനി പരിപ്പും മുരിങ്ങര ഇട്ടൊരു കറിയും കൂടെ ഇട്ട് ഞങ്ങൾക്ക്. അതാണ് ചോറ്. പപ്പടം കാച്ചി. ഇനി മീൻ വറക്കാനുണ്ട്. ബീറ്റ്റൂട്ട് ഒരു ഇത്തിരി, അച്ചാറിടണം. മുരിങ്ങര ഇട്ട പരിപ്പ് കറി എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. എനിക്ക് മാത്രമല്ല ജോൺസേട്ടയ്ക്ക് ഭയങ്കര ഇഷ്ടം മുരിങ്ങര ഇട്ട പരിപ്പ് കറി. അതായി. അപ്പം എൻ്റെ ഒരു കൊതി. വൈകുന്നേരം മഴക്കാറ്, ഭയങ്കര മഴക്കാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് ഇലയുടെ ഉണ്ടാക്കാം. കാരണം അമ്മായി ഉണ്ട്, തിന്നാൻ ആളുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ എനിക്കിഷ്ടം. 5 എണ്ണം ഉണ്ടാക്കുന്നത്. അപ്പം ഇലയുടെ എൻ്റെ പരിപാടിയിലാണ്. മീൻ വറക്കാണ്ട് കപ്പ നമ്മൾ നാളത്തേക്കാക്കി. ഭയങ്കര മഴക്കാഴ്ച, ഭയങ്കര മഴക്കാണ്, നല്ല മഴ പെയ്യുന്ന തോന്നുന്നു. പഞ്ചസാര തീർന്നു കേട്ടോ. ഇപ്പം ജോൺസോനോട് വിളിച്ചപ്പോൾ നല്ല ചീത്തേക്കും. പക്ഷെ അവിടെ കുറച്ച് കൽക്കണ്ട് കണ്ടു. അപ്പോൾ ഞാൻ പഞ്ചസാരൻ്റെ പരിപാടികളൊക്കെ കൽക്കണ്ട് ഉപയോഗിച്ച് അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ ഞങ്ങൾ കാപ്പി കുടിക്കുന്ന വെല്ലത്തിൻ്റെ കാപ്പിയാണ് കേട്ടോ. അതുണ്ട് ടേസ്റ്റി നിബിൾസിൻ്റെ ശർക്കരപ്പൊടിയാണ്. അതിട്ടിട്ട് ഇപ്പം അടയാണെങ്കിലും ഞാനത് അതാകുമ്പോൾ അങ്ങനെ പെട്ടെന്ന് കേടാവില്ല. വെല്ലം വാങ്ങിയാൽ പെട്ടെന്ന് നാശമാകുന്നുണ്ട്. കാരണം അതിനകത്ത് വെള്ളത്തിൻ്റെ അംശമുള്ളത് കൊണ്ടാണ് തോന്നുന്നത്. നമ്മൾ കൊഴുക്കട്ടയും അടയൊക്കെ ഉണ്ടാക്കുമ്പം അത് നല്ല ടൈറ്റായിട്ട് വരാൻ വേണ്ടിയാണ് നമ്മൾ പഞ്ചസാരയോ അല്ലെങ്കിൽ കൽക്കണ്ടോ ഒക്കെ ചേർക്കും കേട്ടോ. അപ്പോൾ നല്ല തിക്കായിട്ട് വരും. കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കുമ്പോൾ ലീക്കാവില്ല. ഞാൻ അടയും കൊഴുക്കട്ടയും ഉണ്ടാക്കി മീൻ മറക്കാൻ വെച്ചു. മീനിൻ്റെ മേലെ വെള്ള പാണ്ടെന്ന് പറയും. മീനിൻ്റെ മേത്തുള്ള ഓയിൽ ഇങ്ങനെ പുറത്തേക്ക് വരും കേട്ടോ. ഇതിന് ശ്രദ്ധാപൂർവ്വം ഒന്ന് മറിച്ചിടട്ടെ. എല്ലാമായി. ഞങ്ങൾ ചോറിട്ടിട്ടില്ല. ഞങ്ങളുടെ കറിയൊക്കെ സെറ്റായി. അതിനിടയ്ക്ക് എത്തിരി ബീറ്റ്റൂട്ട് അച്ചാറുണ്ടാക്കി. എല്ലാം സെറ്റായി. അപ്പോൾ അതെ നമ്മളെ പപ്പടം, മീൻ മുളകിട്ടത്, പരിപ്പ് മുരിങ്ങയില ഇട്ടുള്ള കറി ഒക്കെ കൂട്ടി നമ്മൾ ചോറിന് കേട്ടോ. നല്ല വിശപ്പാണ്. ഞാൻ രാവിലെ ഒന്നും കഴിച്ചില്ല. തിന്നിട്ട് കാണാം കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ നിന്ന് എന്തൊക്കെയാണ് കറി കമൻറ്റ് ചെയ്യണേ. നല്ല വീട്ടിൽ കേട്ടോ. ജോൺസേട്ട ഇതുവരെ ചോറുണ്ടാൻ വന്നിട്ടില്ല. ജോൺസേട്ടയ്ക്കുള്ള മീൻ വറുത്തത് ഇതേ അതുപോലെ തന്നെ നമ്മുടെ ഇലയുടെ സെറ്റായിട്ടുണ്ട്. ഇനി ഒരു അയിലക്കഷ്ണം വറക്കാനുണ്ട്. എനിക്കുണ്ടല്ലോ ചോറ് കുറച്ചുകൂടെ വേവണമായിരുന്നു. ഞാൻ വിചാരിച്ചത്ര അങ്ങനെ വെന്തില്ല. നമ്മുടെ ഇലയുടെയൊക്കെ സെറ്റായിട്ട് കേട്ടോ.
തിന്നുകൊണ്ടിരിക്കുകയാണ്. ചെറുങ്ങനെ മഴയൊക്കെ ഉണ്ട്. നല്ല മധുരം. ആരുടെയാണ് ഈ കറുത്ത കരങ്ങൾ? ഇതിന് പിന്നിലെ കറുത്ത കരങ്ങൾ ആരുടെയാണ്? എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടോ. നല്ല മഴയായിരുന്നു. സോ അതിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോ ഒക്കെ എടുക്കാൻ വിട്ടുപോയി. നല്ല കുളി. അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഡൈ ചെയ്യണമായിരുന്നേ. കാരണം മുടിയൊക്കെ ഭയങ്കരമായിട്ട് നരച്ചിരിക്കുകയാണ്. നാളെ എൻ്റെ ഓഫീസിൽ നിന്ന് പിള്ളേർ വരും, കുറച്ച് കണ്ടൻറ്റ് വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട്. സോ നമ്മൾ സുന്ദരിയായിട്ടിരിക്കണ്ടേ. ഇനി അമ്മേൻ്റെ അടുത്തേക്ക് ഒന്ന് പോവുക കേട്ടോ. അപ്പോൾ നമ്മൾക്ക് അമ്മേൻ്റെ അടുത്തേക്ക് പോകാൻ. പുറത്ത് നല്ല മഴയാണ്, ഭയങ്കര മഴയാട്ടോ. അമ്മേനെ വിളിച്ചതാണ് ഞങ്ങൾ. മഴ കണ്ടോ? മഴ അങ്ങനെ ദേ അമ്മയുടെ വീട്ടിലെത്തിയിട്ടോ. നല്ല മഴയാണ്. ഹായ്. അമ്മേൻ്റെ ചെടികളൊക്കെ കണ്ടോ? പൂക്കളൊക്കെ പിരിഞ്ഞല്ലോ. ഹലോ ബോയ്. ഹലോ ഗൈസ്. ഹലോ ഗൈസ്. എന്താ അവിടെ? ആണോ? എന്റെ അമ്മ എവിടെ? ബാത്റൂമിലാ? അങ്ങനെ അമ്മയുടെ വീട്ടിൽ വന്നപ്പോൾ അതേ ഇത്തിരി ചിക്കൻ കറി ഉണ്ട്, എന്തൊക്കെയോ ബേക്കറി. ഇത് നല്ലതാണമ്മ? ഈ സാധനം നല്ലതാണോ? പിന്നെ ഇത്തിരി ചിക്കൻ കറി ഉണ്ട്. മേരിക്കുട്ടി ഇവിടെ? നിന്റെ അമ്മ കയറി വൃത്തിയില്ല. ഞങ്ങളെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങാം കേട്ടോ. ചിക്കൻ കറി ഞാൻ അമ്മയുടെ ഫ്രിഡ്ജിൽ എന്തൊക്കെയാണ്? നമ്മുടെ ഫ്രിഡ്ജ് ഒന്ന് റെഡി ആയിട്ടോ. ചുമരി ആയല്ലോ. ചോക്ലേറ്റ്. ഫ്രിഡ്ജ് തൂങ്ങരുത് മോനെ, ഫ്രിഡ്ജിന്റെ ഡോറിൽ. നമ്മ ഹോർലിക്സാ? അമ്മേന്റെ വീട് റൈഡിലാ. അമ്മ ചോക്ലേറ്റുകളൊക്കെ നിരനിരയായിട്ടുണ്ടല്ലോ. അതന്നെ എന്നെ വേഗം ഓടിച്ചുവിടുക. ജോൺസൺ വിളിക്കുന്നുണ്ട്. പോവാന്നാല്. മഴയാ ഭയങ്കര. ഇന്നലത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്തില്ല, കാരണം കുറച്ച് ലേറ്റ് ആയിട്ടാണ് വീട്ടിലെത്തിയത്. പിന്നെ ഇന്ന് എനിക്ക് എൻ്റെ ഓഫീസിൽ നിന്ന് സ്റ്റാഫ് വരുന്നുണ്ട് കേട്ടോ, കുറച്ച് വീഡിയോ ഷൂട്ടിനൊക്കെ ആയിട്ട്. അപ്പം ഞാൻ അവർക്ക് ചെമ്മീൻ മാങ്ങയിട്ട് മുരിങ്ങക്കോലിട്ട് തേങ്ങ വറുത്തരച്ചൊരു കറി ഉണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ചു. പിന്നെ എൻ്റെ ഫേവറേറ്റ് സാധനം കപ്പ. പിന്നെ ഇതേ തേങ്ങ കരച്ച് വറുത്ത് വെച്ചേക്കാണ്. ഇന്നെനിക്ക് വേറെ ഇനി വീഡിയോ ഒന്നും എടുക്കാൻ സമയമില്ല, കാരണം ഇന്ന് ഞാൻ അത്യാവശ്യം നല്ല തിരക്കിലാണ് കേട്ടോ. വീഡിയോ ഷൂട്ടുണ്ട്, നല്ല തിരക്കിലാണ്. സാധാരണ നമ്മൾ കോഴിക്കോട് നിന്നാണ് ഷൂട്ട്, പക്ഷെ ഇപ്പം സമയമില്ല. എനിക്ക് കുറച്ച് യാത്ര പോകണം, അപ്പം നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ, വെട്ടിത്തിളയ്ക്കട്ടെ. ഇന്നലത്തെ അയലക്കറി ഉണ്ട്, ഞാൻ ചെറിയ ചട്ടിയിലേക്ക് മാറ്റി ഇതും ഒന്ന് തിളപ്പിച്ചെടുത്ത് വെക്കണം. എല്ലാം കൂടെ കുശാല്. രാവിലെ അടുത്ത വീട്ടിൽ പോയി മാങ്ങ വാങ്ങി. മുരിങ്ങക്കോൽ ഇവിടെ ഇന്നലെ വാങ്ങിയതുണ്ടായിരുന്നു. പ്രകൃതിയിലുള്ള പണിയിലാണ് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. വേഗം കാണാം. ജോൺസൺ ഫ്രം തിന്നിക്കൊണ്ടേ ഇരിക്കൂ. ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ്. രാത്രി വിചാരിച്ചു.